പഴുത്ത മാങ്ങ ധാരാളം കിട്ടുന്ന സമയമല്ലേ ഇപ്പോൾ. നമുക്ക് പഴുത്ത മാങ്ങ കൊണ്ട് ഉലുവ മാങ്ങ ഉണ്ടാക്കാം. ഇത് കാറ്റത്തും മഴയത്തും വീണിട്ടേ പൊട്ടിയ മാങ്ങയാണ്. നല്ല പഴുത്ത മാങ്ങയാണ്. ഞാനിത് കഴുകിയിട്ട് പേപ്പറിൽ ഇങ്ങനെ വെച്ചതാണ്. ഇതിൽ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് പരത്തി വെച്ചതാണ്. ഇതിൽ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഉലുവ അധികം കരിഞ്ഞു പോവാതെ വറുത്ത് വെച്ചതാണേ. ഉലുവ പൊടിച്ചതാണേ. കഴുകി വൃത്തിയാക്കിയ പാത്രത്തിൽ നമ്മൾ മാങ്ങ മുറിച്ചിടാം. ഇത് തുള്ളി വെള്ളം പാടില്ല കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങളല്ല, കുറച്ച് വലിയ കഷ്ണങ്ങൾ മുറിച്ചിടാം. നല്ല പഴുത്ത മാങ്ങയുണ്ട്. ഇതിൽ കുറച്ച് പഴുപ്പ് കുറവുള്ള മാങ്ങയുണ്ട്. എല്ലാം മുറിച്ചിടാം. പെട്ടെന്നൊന്നും കേടൊന്നും പോവില്ല കേട്ടോ. ഇതിൽ വെള്ളം തീരെ പാടില്ലേ. ഇത്രയും മാങ്ങ മുറിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. വറുത്ത് പൊടിച്ചു വെച്ച ഉലുവ ചേർക്കാം. മുളക് പൊടി ചേർക്കാം. എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് ഇളക്കാം. അടച്ച് സൂക്ഷിക്കാൻ പറ്റുന്ന പാത്രത്തിലേക്ക് ആക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ആ തണുത്ത എണ്ണയും കൂടെ ചേർക്കാം. കുറച്ച് എണ്ണ ബാക്കി വയ്ക്കാം. എനിക്കിത് കുറച്ച് പഴുത്ത മാങ്ങയെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് നാളെ ഏറ്റവും എത്തിയാൽ കുറച്ചും കൂടെ ഇതിൽ ചേർക്കണം. മാങ്ങ മാത്രമേ മുറിച്ചിടുള്ളൂ. ഉപ്പും മുളകും ഉലുവയൊന്നും വേറെ ചേർക്കില്ല. അതിൻ്റെ മുകളിലുള്ള തുണിയിൽ കുറച്ച് എണ്ണ ഒഴിക്കണമെന്നേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഈ മാങ്ങേൻ്റെ മുകളിൽ നമ്മൾ വൃത്തിയുള്ളൊരു തുണി വിരിക്കാം. ആ തുണിയിലേക്ക് ബാക്കി വന്ന എണ്ണ ചേർക്കാം. തുണിയുടെ മുകളിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. മൂടി വെച്ചതിന് ശേഷം തുണി കൊണ്ട് മൂടിക്കിട്ടോ. പഴുത്ത മാങ്ങ എല്ലാവരും ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചോളൂ.